ഗുരുവായൂർ വരെ ഒന്ന് പോയാലോ? എല്ലാവരും റെഡി ആയിരിക്കുക. നമുക്ക് ലേഖ ചേച്ചിയുടെ കൂടെ അങ്ങോട്ട് സഞ്ചരിക്കാം. എന്തൊക്കെയാണ് വിശേഷം? ഗുരുവായൂരിൽ എത്താൻ പറ്റാത്തവരൊക്കെ ഒന്ന് കണ്ണടച്ചിരുന്ന് കേൾക്കാം അല്ലേ? ഹരേ കൃഷ്ണ. നമസ്കാരം ശ്രീകാന്ത്. ഞാൻ ലേഖ ഗിരീഷ്, നമ്മുടെ ത്രിമധുരം ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. എൻ്റെ പൊന്നു ഗുരുവായൂരപ്പൻ എത്രത്തോളം നമ്മൾ ഭക്തരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ള തെളിവുകൾ നമ്മൾ ഓരോരുത്തരും അനുഭവങ്ങളായി പറയാറുണ്ടല്ലോ. അതുപോലെയുള്ള കുറേ അനുഭവങ്ങൾ നമ്മുടെ ഉണ്ണി ഈ ഗുരുവായൂർ പോക്കിന് എനിക്കും സമ്മാനിച്ചു. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ഈ കഴിഞ്ഞ ശനി മുതൽ ചൊവ്വാഴ്ച വരെ ഞാനും എൻ്റെ ഭർത്താവും ഗുരുവായൂരിലായിരുന്നു കേട്ടോ. ഉണ്ണിയുടെ കൂടെ സന്തോഷമായിട്ടുള്ള ദിനങ്ങളായിരുന്നു. ശനിയാഴ്ച രാത്രി ഞാനും ഭർത്താവും കൂടി കൊല്ലത്ത് നിന്നും ട്രെയിന് കയറി. ഞായറാഴ്ച അക്ഷയ തൃതീയ ആയിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ 12 മണിക്ക് ഗുരുവായൂരിലെത്തി. റൂമിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടാളും കുളിച്ച് ക്ഷേത്രത്തിലേക്ക് പോയി. അന്നത്തെ ദിവസം കണ്ണനെ കണ്ടു, മമ്മിയൂരപ്പനെ കണ്ടു തൊഴുതു. മമ്മിയൂരപ്പൻ്റെ അടുത്ത് നിന്നും ഉച്ചയൂണ് കഴിച്ചു. അന്ന് ഇളയ മകന് ഞാൻ അഹസ് വഴിപാട് നടത്തി. രാത്രിയിലും പൊന്നുണ്ണിയെ കയറി കണ്ടു. രാത്രിയിലെ ശിവേലി പ്രദക്ഷിണം ചെയ്തു. തൃപ്പുകയും കണ്ടു. എല്ലാം ഭംഗിയായി. ഇടത്തരികത്തുകാവ് ദേവിയുടെ അഴൽ വഴിപാടും കണ്ടുട്ടോ. എല്ലാം കഴിഞ്ഞ് കൃഷ്ണനാട്ടം തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ റൂമിലെത്തി. സമയം 12 കഴിഞ്ഞു. അപ്പോൾ മനസ്സിലൊരു സങ്കടം അങ്ങനെ കിടപ്പുണ്ടായിരുന്നു. എന്തെന്നാൽ ഭഗവാന്റെ ഒരു നേരത്തെയെങ്കിലും അന്നം കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. കിടക്കുമ്പോൾ കണ്ണനോട് പറഞ്ഞു, കണ്ണാ, അമ്മയ്ക്ക് നാളെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും തരണേ ഉണ്ണിയെന്ന്. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടാളും കൂടി 6 മണിയായപ്പോൾ ക്ഷേത്രത്തിലെത്തി. നോക്കിയപ്പോൾ ഭക്ഷണത്തിൻ്റെ ക്യൂവിൽ ആള് കുറവ്. ഞങ്ങൾ രണ്ടാളും പോയി വയറു നിറയെ ആഹാരം കഴിച്ചു. ഉച്ചയൂണ് കഴിക്കാനുള്ള ഭാഗ്യവും ഭഗവാൻ തന്നു. ഒരു നേരത്തെ അന്നം ചോദിച്ചപ്പോൾ 2 നേരത്തെ അന്നം ഉണ്ണി ഞങ്ങൾക്ക് നൽകിട്ടോ. ഇനിയാണ് ഉണ്ണിയുടെ അനുഗ്രഹം കിട്ടിയ നിമിഷങ്ങൾ. വീട്ടിലുള്ളപ്പോൾ എപ്പോഴും ഞാൻ കണ്ണനോട് പറയും, ഉണ്ണിയെ, അമ്മ എന്തെങ്കിലും ഉണ്ണിയെ കാണാൻ അവിടെ എത്തുമ്പോൾ അമ്മയുടെ പൊന്നുണ്ണി നാരായണമൂർത്തിയായിട്ട് ഒന്ന് വരണേ, കാണാനുള്ള അതിയായ മോഹം കൊണ്ടാണ് കേട്ടോ എന്ന്. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് കൃഷ്ണനാട്ടം വഴിപാടുണ്ടായിരുന്നു. രാവിലെ എപ്പോഴോ ഫോൺ നോക്കിയപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ അലങ്കാരം പറയുന്ന മെസ്സേജ് കണ്ടു. ഞാൻ നാരായണനായിട്ട് വരണേ കണ്ണാ എന്ന് എഴുതുകയും ചെയ്തു. ക്ലോക്ക് റൂമിൽ ഫോൺ കൊടുത്തിട്ട് ഞങ്ങൾ അകത്ത് കയറുകയും ചെയ്തു. 1 മണിയായപ്പോൾ പുറത്തിറങ്ങി. ഫോൺ നോക്കിയപ്പോൾ നമ്മുടെ ഹരിത എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നു, ശ്രീ, ഇന്ന് കണ്ണൻ നാരായണനായിട്ട് ആണെന്ന്. എൻ്റെ കൃഷ്ണ, എന്താ ഒരു സന്തോഷം എനിക്ക്. പിന്നെ എനിക്ക് ഉണ്ണിയെ കണ്ടോളാൻ വയ്യാത്ത അത്രയും തിടുക്കായിട്ടോ. പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി ഞങ്ങൾ രണ്ടാളും ക്യൂവിൽ കയറി. 4 ആയപ്പോൾ ഞങ്ങൾ നാലമ്പലത്തിനകത്ത് കയറി. ഭയങ്കര തിരക്ക്. വാതിൽ കടന്നപ്പോൾ തൊട്ട് തന്നെ എൻ്റെ മനസ്സ് ഇടിക്കാൻ തുടങ്ങി. എനിക്ക് നീളം കുറവാണ്. എൻ്റെ മുന്നിൽ നിൽക്കുന്നവർ കടന്നുപോയി അടുത്ത് ചെന്നാൽ മാത്രമേ എനിക്ക് ഉണ്ണിയെ കാണാൻ പറ്റുള്ളൂ. തള്ളി അടുത്തെത്തിയപ്പോൾ നമ്മളെ തള്ളി പോകൂ എന്ന് പറയുന്ന ഒരു ലേഡി പറയുന്നത് ഞാൻ കേൾക്കുന്നു. കുട്ടിയല്ലേ, അതൊന്ന് നിന്ന് കണ്ടുപോയിക്കോട്ടെ എന്ന്. എൻ്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന സ്ത്രീയുടെ മകളാണത്. ആ തക്കത്തിന് ഞാനും ഉണ്ണിയെ കണ്ടു. നാരായണമൂർത്തിയാകുമ്പോൾ 4 കൈയോട് കൂടിയാണല്ലോ നിൽപ്പ്. ഈ കൈകളൊക്കെ എങ്ങനെ കാണും കണ്ണാ എന്നൊരു ചോദ്യം ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ അവർ തള്ളി പുറത്താക്കാൻ തുടങ്ങി. ഉണ്ണിയെ കണ്ടു, എന്നാലും അങ്ങോട്ട് തൃപ്തിയായില്ല. 5 മണിയായപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്ത് ചുറ്റിപ്പറ്റി നിന്നപ്പോൾ ദാ വരിയിൽ ആള് കുറവ്. ഞാൻ എൻ്റെ കെട്ടിയവനോട് പറഞ്ഞു, നമുക്ക് ഒന്നുകൂടെ കയറിയാലോ. അങ്ങനെ ഞങ്ങൾ പിന്നെയും വരിയിൽ കയറി. അപ്പോൾ 5:30 ആയി. കുറേ സമയം ഇരുന്നിട്ടും വരി തുറക്കുന്നില്ല. ചൂട് കാരണം എൻ്റെ ഭർത്താവിന് ഇരിക്കാനൊരു വിഷമം. ഞാൻ വിഷമിക്കണ്ടെന്ന് കരുതി പുള്ളി മിണ്ടാതെ ഇരിക്കുകയാണ്. അത് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു, നമുക്ക് പുറത്തിറങ്ങാം, നമ്മൾ കണ്ടല്ലോ എന്ന്. പുള്ളി സമ്മതിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങാൻ വന്നപ്പോൾ സെക്യൂരിറ്റി ചോദിച്ചു, നിങ്ങൾ തിരിച്ചു വരുമോ? എൻ്റെ ഭർത്താവ് പെട്ടെന്ന് പറഞ്ഞു, ആ വരുമെന്ന്. അയാൾ ഒരു ടോക്കണും തന്നു. പുറത്തിറങ്ങി അങ്ങ് കുളത്തിൻ്റെ അടുത്താണ് ചെരുപ്പ് കിടക്കുന്നത്. അതെടുക്കാൻ ചെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു മിന്നായം പോലെ എനിക്ക് തോന്നുന്നു വരി നീങ്ങുന്നതായിട്ട്. എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ച് ഞാൻ ഓടി. തിരിച്ചു പിന്നെയും വരിയിൽ കയറി. ആ വരിയല്ല നീങ്ങിയത്, മുന്നേ ഉള്ള വരിയാണ്. പിന്നെയും അങ്ങനെ അരമണിക്കൂർ ഇരുന്നു. വരി തുറന്നു വിട്ടു. നാലമ്പലത്തിന് മുന്നിൽ എത്തിയ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ബുദ്ധി തോന്നി. നേരത്തെ ഒരു സ്ത്രീ പറഞ്ഞല്ലോ, കുട്ടികളല്ലേ ഇത്തിരി നേരം കണ്ടോട്ടെ എന്ന്. ഞാൻ ആ കൂട്ടത്തിലുള്ള കുട്ടികളുടെ അടുത്തോട്ട് നീങ്ങി നിൽക്കാൻ തുടങ്ങി. എൻ്റെ കൃഷ്ണ, എന്തിനു പറയുന്നു. ഭഗവാന്റെ മുന്നിലെത്തിയപ്പോൾ ഞാൻ തല ഒന്ന് നിവർത്തി നോക്കിയപ്പോൾ ദേ എൻ്റെ മുന്നിൽ ആചാനബാഹുവായിട്ടുള്ള ഒരു പയ്യൻ. ബ്രാഹ്മണനാണ്, കണ്ടാൽ അറിയാം. മണ്ഡപത്തിൻ്റെ അത്രയും പൊക്കം. പുള്ളി നിന്നാൽ 2 വശത്തു കൂടി പോലും ആർക്കും ഭഗവാനെ കാണാൻ പറ്റില്ല. എൻ്റെ കണ്ണ, എന്ത് ചെയ്യും? കുട്ടികളെ അന്വേഷിച്ച് നടന്ന ഞാൻ വന്നു നിൽക്കുന്നത് ആരുടെ പിറകിലാണ്? ജീവനക്കാരിയാണെങ്കിൽ എല്ലാവരെയും പിടിച്ചു തള്ളുവാണ്. ഈ പയ്യൻ തൊഴുതു നീങ്ങിയതും തൊട്ട് പിറകിൽ ഞാനാണ്.
പയ്യനാണ്. ഞാൻ അപ്പോൾ ഭഗവാന്റെ മുന്നിലെത്തി. ഉടൻ തന്നെ ഈ സ്ത്രീ ആ പയ്യന്റെ കയ്യിൽ ബലമായി പിടിച്ചു വലിച്ചിട്ട് പറയുന്നു, ഇവിടെ നിന്ന് കുറച്ചു നേരം കണ്ടിട്ട് പോയിക്കോളൂ എന്ന്. അപ്പോൾ ആ പയ്യൻ എൻ്റെ ഇടതുവശത്തായി. അയാളോടൊപ്പം ഞാനും അവിടെ നിന്നു. എൻ്റെ പൊന്നുണ്ണി എത്ര സമയം കണ്ടു തൊഴുതു എന്ന് എനിക്ക് പോലും അറിയില്ല. ഒടുവിൽ എനിക്ക് തന്നെ തോന്നി, പിറകിൽ നിൽക്കുന്നവർ എന്തു വിചാരിക്കും, മാറിക്കൊടുക്കാമെന്ന്. അവർ എന്നെ തള്ളുകയോ പിടിച്ചു മാറ്റുകയോ ഒന്നും ചെയ്തില്ല. ആ പയ്യനൊരു കസവുമുണ്ടും തോളിലൊരു കസവിൻ്റെ മാറാപ്പുണ്ടായിരുന്നു. കണ്ടിട്ട് മാറിയപ്പോഴാണ് എൻ്റെ ഭർത്താവ് പറയുന്നത്, ഞാൻ ഭഗവാൻ എത്ര സമയം കണ്ടു. ആ പയ്യൻ്റെ വലതുവശത്തായിട്ട് ഞാൻ എത്ര സമയം നിന്നു. ആരാണ് അയാൾ? അയാളുടെ ഇടത്ത് ഭാഗത്ത് എൻ്റെ ഭർത്താവ്, വലതുവശത്ത് ഞാനുമായിട്ടാണ് ഭഗവാന്റെ മുന്നിൽ അത്രയും സമയം നിന്ന് തൊഴുതത്. അയാളെ അവർ പിടിച്ചു വലിച്ചു നിർത്തിയത് എന്തിനാണെന്ന്, അയാൾ ആരാണെന്നും അറിയില്ല. എന്തായാലും എൻ്റെ നാരായണമൂർത്തിയെ ഞങ്ങൾ രണ്ടുപേരും കൺകുളിർക്കെ കണ്ടു. പുറത്തിറങ്ങി ഞങ്ങൾക്ക് ഭഗവാനെ കണ്ട സന്തോഷം പങ്കുവെച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം കൊച്ചുകുട്ടിയുടെ പിന്നിൽ നിൽക്കാൻ ഉദ്ദേശിച്ച് അകത്ത് കയറിയ ഞാൻ വലിയ ഒരു കുട്ടി കാരണം ഭഗവാനെ കൺകുളിർക്കെ കണ്ടു. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാകണം. ഗുരുവായൂരപ്പൻ വിചാരിക്കാതെ നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റില്ല എന്നുള്ള മഹത്തായ സത്യം. ഇനിയും അനുഭവമുണ്ട് ശ്രീ. ഇത് നീണ്ടുപോയി എന്നറിയാം. ഭഗവാന്റെ കാര്യം എത്ര എഴുതിയാലും മതി വരില്ല. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ ശരണം. നീണ്ടുപോയാലെന്താ, നല്ല രസമുള്ളൊരു അനുഭവം അല്ലായിരുന്നോ? ഗുരുവായൂരിലെത്തിയ മാതിരിയുള്ള ഒരു ഫീലിംഗ് പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. എങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ? എന്താ കഥ? ഒന്നും പറയാനില്ല. വേറെന്താ വിശേഷം? വേറൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വീണ്ടും കാണാം കേട്ടോ. ഹരേ കൃഷ്ണ.